ഹലോ ഗൈസ്, നമസ്കാരം. ഇപ്പോൾ കാണുന്നത് എൻ്റെ വീട്ടിലെ ബുക്ക് ഷെൽഫാണ്. അപ്പോൾ ആദ്യം ഈ ബുക്കൊന്നും വെക്കാൻ അങ്ങനെ ബുക്ക് ഷെൽഫ് ആക്കിയിട്ടുണ്ടായിട്ടില്ല. അത് ആ ബുക്ക് ഷെൽഫിൻ്റെ അടുത്ത് കാണുന്ന ടീപ്പോയിലും പിന്നെ എൻ്റെ റൂമിലെ ടേബിളിലും അങ്ങനെയാണ് ഓരോ പുസ്തകങ്ങളും ഒക്കെ വെച്ചത്. പിന്നെ അതിന് ശേഷമാണ് പടിപടിയായിട്ട് ഇതിൻ്റെ ഒരു ആക്കാൻ വേണ്ടിയിട്ടുള്ളത് തുടങ്ങിയത്. അപ്പോൾ ആക്കി അതിന് ശേഷം പുസ്തകങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റി. അപ്പോൾ തുറന്നിട്ട് നമുക്ക് നോക്കാം എന്തെല്ലാം ടൈപ്പ് പുസ്തകങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. ഇപ്പം 6-7 തട്ടുകൾ മുകളിലായിട്ടും പിന്നെ താഴെ ഒരു തട്ടുമായിട്ടാണ് ഉള്ളത്. ഇപ്പോൾ അതിൽ കാണുന്നത് കുറച്ച് പുസ്തകങ്ങളാണ്. ഫസ്റ്റിലത്തെ 2 ഡാൻ ബ്രൗണിൻ്റെ നോവൽ സീരീസിൽ വരുന്നത്, ഡാൻ ബ്രൗൺ ഓതർ എഴുതിയത് ആ നോവൽ സീരീസിൽ വരുന്ന 2 പുസ്തകങ്ങളാണ്. പിന്നെ മിലിറ്ററി റിലേറ്റഡ് ആയിട്ട് ബലിദാൻ എന്ന പേര്, പിന്നെ ദ എമർജൻസി എന്ന പേരുണ്ട്, മാൻ ഈറ്റേഴ്സ് ഓഫ് കുമൗൺ, പിന്നെ അഗത ക്രിസ്റ്റീൻ്റെ നോവൽ, പിന്നെ മുംബൈ അണ്ടർവേൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള നോവലുണ്ട്, MV രാഘവൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ട്. പിന്നെ കുറച്ച് മലയാളം പുസ്തകങ്ങളാണ് ആ ടോപ്പിലെല്ലാം കാണുന്നത്, എല്ലാം ഓട്ടോബയോഗ്രഫി ടൈപ്പുകൾ ആണ്. പിന്നെ സ്റ്റാർട്ടിങ്ങിലുള്ള 2 ഇംഗ്ലീഷ് നോവൽസാണ്, ത്രില്ലർ നോവൽസാണ്. പിന്നെ അടുത്ത ഇതിൽ കാണുന്നത് 2 ഡിക്ഷണറിയാണ്, കുറച്ച് തടിച്ച ചട്ടയുള്ളത്. പിന്നെ ടോപ്പ് 10 ഓഫ് എവറിത്തിങ്, പിന്നെ അൾട്ടിമേറ്റ് ഫാമിലി വിഷ്വൽ ഡിക്ഷണറി, പിന്നെ ബ്രിട്ടാനിക്കൻ്റെ റെഫറൻസ് എൻസൈക്ലോപീഡിയ, പിന്നെ വീറ്റോ LDCൻ്റെ PSC റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ. പിന്നെ ഉള്ളതാണ് നമ്മളെ മാതൃഭൂമിൻ്റെ ഒരു സ്പോർട്സിൻ്റെ മാസിക ഉണ്ടായിരുന്നു, സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട്, മലയാളത്തിലുള്ളതാണ്. അപ്പോൾ ആ കുറച്ച് കാലഘട്ടം എല്ലാം കുറച്ച് കാലം വരെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു തോന്നുന്നു ആ മാസിക. പിന്നെ ബുക്ക് സ്റ്റോളിൽ നോക്കുമ്പോൾ അത് തീരെ കാണാൻ കിട്ടാനില്ല ഇപ്പോൾ. അപ്പോൾ ആ ഉണ്ടായ ടൈമിൽ 5-6 ഞാൻ വാങ്ങി വെച്ചതാണ്, സ്പോർട്സിൻ്റെ കളക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ബാലരമ ഡൈജസ്റ്റ് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. അപ്പോൾ ഓരോ വീക്കെൻഡ്സിലും, അതായത് ശനിയാഴ്ച വെള്ളിയാഴ്ചകളിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു അതിൻ്റെ വരുന്നത്. അപ്പോൾ ഓരോരോ ടോപ്പിക്കിനെ പറ്റിയിട്ടുണ്ടാവും. ഒരു ജനറൽ നോളേജ് ബുക്ക് എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം. ഓരോ ടൈപ്പ് ടോപ്പിക് ഉണ്ടാവും. അതിൻ്റെ കുറേ പുസ്തകങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഫസ്റ്റ് കാണുന്ന മസ്തിഷ്കം എന്ന് പറയുന്ന ലക്കമാണ്, പിന്നെ GK ക്വിസ് എന്ന് പറയുന്ന ഒരു ലക്കം, പിന്നെ അതിന് മുൻപേ കാണിച്ചതാണ് പാലസ്തീൻ ഇസ്രായേലിൻ്റെയും ലക്കം, ഇത് രക്ഷാദൗത്യങ്ങൾ അങ്ങനെ. പിന്നെ ഉള്ളതാണ് ടെൽ മീ വൈ എന്നൊരു മാഗസിൻ, ഇംഗ്ലീഷ് ലാംഗ്വേജിലെയാണ്. അപ്പോൾ അതിൻ്റെ ലക്കങ്ങളാണ് കാണുന്നത് നിങ്ങൾ. ഫസ്റ്റ് കണ്ടത് ഭാരത് രത്ന എഡിഷൻ മുതലുള്ള താഴോട്ട് അങ്ങോട്ടുള്ളത് ടെൽ മീ വൈ ആണ്. പിന്നെ ഫേമസ് ഡിവോഴ്സ് എന്ന് പറയുന്നത് ടെൽ മീ വൈൻ്റെ എഡിഷൻ മുതൽ താഴോട്ടേക്ക് അങ്ങോട്ടുള്ളത് മൊത്തം ടെൽ മീ വൈ ആണ്. പിന്നെ ഏറ്റവും താഴെ ഒരു തട്ടുണ്ട്, അതിൽ കുറേ കോളേജ് നോട്ട്ബുക്സും റെക്കോർഡും കാര്യങ്ങളൊക്കെ കാണാം. ഇത് എന്താ വെച്ചാൽ എൻ്റെ സ്പോർട്സിൻ്റെ കളക്ഷനാണ്. ക്രിക്കറ്റും ഫുട്ബോളാണ് സ്റ്റാർട്ടിങ്ങിൽ കളക്ഷൻ ഉണ്ടായത്. പിന്നെ ക്രിക്കറ്റ് ഒഴിവാക്കി ഇപ്പം ഫുട്ബോളിൻ്റെ കളക്ഷനാണ് മൊത്തം ഉള്ളത്. ഫുട്ബോൾ കളക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പേപ്പറിൽ നമ്മളെ ദിനംപ്രതി നമ്മൾ വീട്ടിൽ വായിക്കുന്ന ന്യൂസ് പേപ്പർ, പത്രത്തിൽ സ്പോർട്സിൻ്റെ കട്ടിങ്സ് എല്ലാം നല്ല ശരിയായ രീതിയിൽ ഒട്ടിച്ചെല്ലാം സെറ്റാക്കി വെക്കുക, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ റെക്കോർഡാക്കി വെക്കുക. അതാണ് ആ പുസ്തകത്തിലുള്ളത്. പിന്നെ ഇപ്പം കാണുന്നത് കോൺസൈസ് അറ്റ്ലസ് ഡിജിറ്റൽ മാപ്പിംഗ് ഓഫ് ദി വേൾഡ്, അങ്ങനെയാണ് പുസ്തകം. അപ്പോൾ കോൺസൈസ് അറ്റ്ലസും പിന്നെ ടോപ്പ് 10 ഓഫ് എവറിത്തിങ്, ബ്രിട്ടാനിക്ക വിഷ്വൽ എൻസൈക്ലോപീഡിയ, റെഫറൻസ് എൻസൈക്ലോപീഡിയ, അതെല്ലാം ഓഫറിൽ ഇതിൽ കിട്ടിയതാണ്. അപ്പോൾ ബുക്സ് ഓരോ പബ്ലിക്കേഷൻസിൻ്റെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓരോ വീടുകളിൽ വന്നിട്ട് അങ്ങനെ ബുക്സിൻ്റെ സെയിൽസിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് തന്നതിന് ശേഷം ഓഫർ വിലക്ക് അങ്ങനെ തരുന്നതായിരുന്നു. അത് കുറേ വർഷങ്ങൾക്ക് മുൻപേ വന്നതാണ്, പിന്നെ അതിന് ശേഷമില്ല. അത്രയേ ഉള്ളൂ. താങ്ക് യു.